കൈക്കൂലി കേസിൽ അറസ്റ്റിലായ എറണാകുളം ആർടിഒക്കെതിരെ കൂടുതൽ കണ്ടെത്തലുമായി വിജിലൻസ്. എറണാകുളം ആർടിഒ ആയിരുന്ന ജേഴ്സന്റെ 4 ഇടങ്ങളിലുള്ള ഭൂസ്വത്തിന്റെ വിവരങ്ങൾ വിജിലൻസിന് ലഭിച്ചു. മൂന്നാറിലടക്കം ആർടിഒയ്ക്ക് ഭൂമിയുണ്ടെന്ന് വിജിലൻസ് കണ്ടെത്തി. ഫോർട്ട് കൊച്ചി ചെല്ലാനം റൂട്ടിലൂടുന്ന ബസിന്റെ താൽക്കാലിക പെർമിറ്റ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് കൈക്കൂലി ആവശ്യപ്പെട്ട എറണാകുളം ആർടിഒ ജേഴ്സനെ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തിരുന്നു. ബസ് പെർമിറ്റ് അനുവദിക്കാൻ ഏജന്റുമാരെ വെച്ച് ആർടിഒ പണം പിരിച്ചെന്ന റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയായിരുന്നു നടപടി. കേസിൽ 3-ാം പ്രതിയായ രാമപ്പടിയാർ വഴിയാണ് പരാതിക്കാരനോട് ജേഴ്സൺ കൈക്കൂലി ആവശ്യപ്പെട്ടത്. ജേഴ്സൺ, 2-ാം പ്രതി സജേഷ്, 3-ാം പ്രതി രാമപ്പടിയാർ എന്നിവർ പരസ്പരം ബന്ധപ്പെട്ടിരുന്നത് വാട്സാപ്പ് കോളുകൾ വഴിയെന്നും വിജിലൻസ് കണ്ടെത്തിയിരുന്നു. പരാതി ലഭിച്ചതിന് പിന്നാലെ വിജിലൻസ് റെയ്ഡ് നടക്കുകയും 80 ലക്ഷത്തിലധികം രൂപയുടെ നിക്ഷേപം കണ്ടെത്തുകയും ചെയ്തിരുന്നു. 80ഓളം വിദേശ മദ്യക്കുപ്പികളും പിടികൂടി. ഭൂസ്വത്ത് സംബന്ധിച്ച രേഖകളും കണ്ടെത്തി. 20 മണിക്കൂറിലധികമാണ് ഇയാളുടെ എളമക്കരയിലെ വീട്ടിൽ റെയ്ഡ് നീണ്ടുനിന്നത്. ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. ഇതിനോടകം ആർടിഒക്കെതിരെ കൂടുതൽ പേർ രംഗത്ത് വന്നിരുന്നു. ലക്ഷങ്ങളുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന പരാതിയുമായി കഴിഞ്ഞ ദിവസമാണ് യുവ സംരംഭകൻ രംഗത്ത് വന്നത്. ആർടിഒ ജേഴ്സണും ഭാര്യയും ചേർന്ന് കൊച്ചിയിൽ തുടങ്ങിയ തുണിക്കടയുടെ മറവിലായിരുന്നു 75 ലക്ഷം രൂപയുടെ തട്ടിപ്പ്. പണം തിരികെ ചോദിച്ചപ്പോൾ പണി തരുമെന്ന് ഭീഷണിപ്പെടുത്തി. ആർടിഒ പിടിയിലായതോടെ ധൈര്യം സംഭരിച്ച് പരാതിയുമായി പോലീസിനെയും വിജിലൻസിനെയും സമീപിക്കുകയായിരുന്നു യുവാവ്. ഉമ്മയ്ക്കൊപ്പം കൊച്ചിയിൽ ഡ്രീംസ് ഫാഷൻ എന്ന പേരിൽ തുണിക്കട നടത്തുകയാണ് ഇദ്ദേഹം. കടയിലെ നിത്യസന്ദർശകനായിരുന്നു ആർടിഒയും ഭാര്യയും. പതിയെ തുണിക്കച്ചവടത്തിൽ കണ്ണുടക്കിയ ജേഴ്സൺ 2022-ൽ ഭാര്യയുടെ പേരിൽ മാർക്കറ്റ് റോഡിൽ സ്വന്തമായി തുണിക്കട തുറന്നു. യുവാവിനെ തെറ്റിദ്ധരിപ്പിച്ച് ഡ്രീംസ് ഫാഷനിൽ നിന്ന് സ്വന്തം കടയിലേക്ക് പലതവണയായി 75 ലക്ഷം രൂപയുടെ തുണിത്തരങ്ങൾ ആർടിഒ വാങ്ങുകയായിരുന്നു. ശേഷം കടയുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്ന മുറയ്ക്ക് പണം തിരികെ നൽകാമെന്ന് കരാർ ഒപ്പിടുകയും പിന്നീട് ആർടിഒ ഭാര്യയുടെയും യുവാവിന്റെയും പേരിൽ GST രജിസ്ട്രേഷനും ജോയിന്റ് അക്കൗണ്ടും അടക്കം തുടങ്ങി. എന്നാൽ കച്ചവടം പൊടിപൊടിച്ചിട്ടും യുവാവിന് പണം തിരികെ നൽകിയില്ല. വിറ്റുവരവ് കണക്കുകൾ മൂടിവെച്ചുവെന്നാണ് ആരോപണം. സഹികെട്ട് തന്റെ പണം തിരികെ ചോദിച്ചു ചെന്ന യുവാവിനോട് പണി തരുമെന്ന ഭീഷണിയായിരുന്നു മറുപടിയെന്നും ആരോപണമുണ്ട്. പണം ചോദിച്ച് വീട്ടിലേക്ക് ചെന്നാൽ പട്ടിയെ തുറന്നുവിടുമെന്നും ആർടിഒ ജേഴ്സൺ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ശേഷം നിയമ നടപടിക്ക് മുതിർന്നെങ്കിലും ഭയം കാരണം മുന്നോട്ടു പോയില്ല. ഒടുവിൽ കൈക്കൂലി കേസിൽ ആർടിഒ അറസ്റ്റിലായെന്നറിഞ്ഞതോടെ പോലീസിനെ സമീപിക്കുകയായിരുന്നു. അതേസമയം 10,000 മുതൽ 1/4 ലക്ഷം രൂപ വരെ കൈക്കൂലി വാങ്ങി മരണപ്പെട്ടവരുടെ പേരിലടക്കം ആർടിഒ പെർമിറ്റ് നൽകിയെന്നും ആരോപണമുണ്ട്. ആർടിഒ ഓഫീസ് കേന്ദ്രീകരിച്ച് ഉദ്യോഗസ്ഥ ഏജന്റ് കൂട്ടുകെട്ടിൽ വൻ മാഫിയ പ്രവർത്തിക്കുന്നുവെന്നും ബസ് ഉടമകൾ പറയുന്നുണ്ട്. ഏജന്റുമാരുടെ ഒത്താശയോടെ മോട്ടോർ വാഹന വകുപ്പിൽ നടക്കുന്നത് വ്യാപക അഴിമതിയും കൈക്കൂലി കൊള്ളയുമെന്നുമാണ് ആരോപണം. എറണാകുളം ആർടിഒ TM ജേഴ്സണെതിരെ മന്ത്രിയടക്കം പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്ന് ഇടത് അനുകൂല സംഘടനയായ കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷനും അവകാശപ്പെട്ടു. തൊട്ടതിനും പിടിച്ചതിനും കൈക്കൂലി എന്ന നിലപാടായിരുന്നു ആർടിഒയ്ക്കെന്ന് ബസ് ഉടമകൾ പറയുന്നു. ആർടിഒ ഓഫീസ് കേന്ദ്രീകരിച്ച് പെർമിറ്റ് മാഫിയ ലോബി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഏജന്റുമാരെ നിയോഗിച്ചാണ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വ്യാപക പണപ്പിരിവ്. ബസിന്റെ സമയക്രമത്തിലടക്കം കൈക്കൂലി വാങ്ങി ഡീലിംഗ് നടക്കുന്നുണ്ടെന്നും ബസ് ഉടമകളുടെ സംഘടന ആരോപിക്കുന്നു.